ഗുഡ് ആഫ്റ്റർനൂൺ ട്രേഡേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ ഇൻവെസ്റ്റേഴ്സ്. പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ആദ്യമേ പരിശോധിക്കാം. നിഫ്റ്റി 24,473 എന്നൊരു ലോ ഇന്ന് ക്രിയേറ്റ് ചെയ്തു. അവിടെ നിന്ന് ഗ്രാജ്വലി ഉയർന്ന് 24,736 റേഞ്ചിൽ ഇന്ന് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതായത് ഇൻട്രാഡേ ലോയായ 24,473 നിന്ന് നിഫ്റ്റി ഇന്ന് ഓൾമോസ്റ്റ് 250 പ്ലസ് പോയിന്റുകളിൽ അപ്പിലോട്ട് മൂവ് ചെയ്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തു. അപ്പോൾ ന്യൂസ് ബേസ്ഡ് ഇന്ന് ട്രേഡ് ചെയ്തവരും മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തവരും പുട്ട് ബൈ ചെയ്തവരും കോൾ സെല്ല് ചെയ്തവരെല്ലാം ഇന്ന് വലിയ നഷ്ടം നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് പറയുന്നത്, ന്യൂസ് കണ്ട് നമുക്ക് മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി വിലയിരുത്താൻ പറ്റില്ല. ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച അത്രയും ബാധിച്ചിട്ടില്ല. കാരണം IT സെക്ടർ ഇന്ന് ക്ലോസ് ചെയ്തത് സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ്. ബാങ്കിങ് സെക്ടറിൽ ഒരു സെൽ ഓഫ് കണ്ടിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്നും കൂടി പരിശോധിക്കാം. നിഫ്റ്റി ഇന്നൊരു ലോ 24,473 അത് ക്രിയേറ്റ് ചെയ്തത് ആദ്യത്തെ 15 മിനിറ്റിൽ നിന്നാണ്. അവിടെ നിന്ന് ശക്തമായൊരു 250 പോയിന്റുകളോളം അപ്പിലോട്ട് മൂവ് ചെയ്തു. പിന്നെ ഒരു കൺസിസ്റ്റൻസി അവിടെ കൺസോൾട്ടേഷൻ സ്റ്റേജിൽ നിന്ന് അവിടെ നിന്ന് പിന്നെയും ഒരു സെൽ ഓഫ് ഉണ്ടായി. ആ സെൽ ഓഫിൽ നിന്ന് വീണ്ടും ലാസ്റ്റ് ഒരു അരമണിക്കൂറിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 70 പോയിൻറ്റ്സോളം അപ്പിലോട്ട് മൂവ് ചെയ്തു. അതാണ് നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് തന്നെ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ BL, ONGC, ടെക്കം തുടങ്ങിയ സ്റ്റോക്കുകൾ ഒരു 2 മുതൽ 1% വരെയുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലൂസേഴ്സായി നോക്കുമ്പോൾ അദാനി പോർട്സ്, ITC, SBIN, ഹിൻഡൽകോ, ഏഷ്യൻ, അദാനി എൻ്റർപ്രൈസ്, HDFC ബാങ്ക്, ഇൻഡെക്സ് ബാങ്ക് എല്ലാം 1.5% മുതൽ ഒരു 2.5% ഇന്ന് ഫോളോ ആയിട്ടുണ്ട്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ താഴെ നിന്ന് നോക്കാം. ഇന്ത്യ വിക്സ് ഇന്നൊരു 7% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. പ്രീമിയങ്ങളൊക്കെ ഹൈ ആയിട്ടുണ്ടെന്ന്. യൂറോപ്യൻ മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനി, ഡാക്സ് ജർമ്മനി, FTSE 100 UK, CAC ഫ്രാൻസ് എല്ലാം നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ക്ലോസ് ചെയ്ത ചൈന ആയിക്കോട്ടെ, സൗത്ത് കൊറിയ ആയിക്കോട്ടെ, ജാപ്പനീസ് മാർക്കറ്റ് ആയിക്കോട്ടെ, എല്ലാതും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. പിന്നെ വരുന്നത് ബ്രന്റ് ഓയിൽ, USD, ഗോൾഡ്. സ്വാഭാവികമായും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ടെൻഷൻ നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ന് ക്രൂഡ് ഓയിൽ 8.5% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ്, സ്വാഭാവികമായും ആൾക്കാർ ഗോൾഡ് ഒരു ട്രസ്റ്റഡ് ഇൻവെസ്റ്റ്മെൻ്റായി കരുതിയിട്ട് ഗോൾഡിൽ ഇന്നൊരു $38 ഔൺസ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഗോൾഡ് അപ്പായിട്ടുണ്ട്, ഏകദേശം 1.25%. ബിറ്റ്കോയിൻ അതിൻ്റെ ഹോൾ ടൈം ഹൈന്ന് ഇന്നലെ 1,07,000 റേഞ്ചിലേക്ക് വന്നു. വീണ്ടും അവിടെ നിന്ന് താഴ്ന്ന് 1,04,000 റേഞ്ചിലാണ് ഇന്ന് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ജോൺസ് ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഓൾമോസ്റ്റ് ഒരു 1.25% നെഗറ്റീവാണ് ഡോ ജോൺസ്. ഇന്നലെ കണ്ട പോലെ US-ഉം മാർക്കറ്റും ഡോ ജോൺസ്, നാസ്ഡാക്ക്, IT ടെക്നോളജി ഇൻഡെക്സ് ആണ് നാസ്ഡാക്ക് 100. അത് ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡോ ജോൺസും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഇന്ന് ട്രേഡ് ചെയ്യുന്ന, ഇപ്പോൾ 24 hours ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോ ജോൺസ് ഫ്യൂച്ചർ നെഗറ്റീവിലാണ്. നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഒരു 0.68% ഡൗൺ ആയിട്ടുണ്ട്. അതൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ള വിവരങ്ങൾ. ന്യൂസിലോട്ട് വരുമ്പോൾ പ്രധാനമായും പ്ലെയിൻ ക്രാഷ്, ബോയിങ്ങിൻ്റെ സ്റ്റോക്കുകളിലൊക്കെ ഒരു ഇടിവിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്.
ടാറ്റയുടെ സ്റ്റോക്കുകളിലൊക്കെ ഇന്നലെ ഇടിവുണ്ടായിരുന്നു. ഇന്നും സ്ലൈറ്റ്ലി ഇടിവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ ഇനി നിലത്തിറക്കണോ വേണ്ടയോ എന്ന് കേന്ദ്രം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ചെറുതായി ന്യൂസുകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അത് എത്ര ശതമാനം വിശ്വസനീയമാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെയാണ് ഗ്ലോബലി വരുന്നത്. പ്രധാനമായും ഇസ്രായേലും ഇറാനും തമ്മിലുള്ളതാണ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു ടെൻഷൻ. അത്രയാണ് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ന്യൂസ്. നാളെ നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.